ഹലോ ആംസൺ ഫാമിലി, ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ കൊല്ലമാണ്. കൊല്ലത്ത് ഐത്തിൽ നിന്നൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ബാത്റൂം റിനോവേഷൻ ബേസ് ചെയ്താണ് വന്നത്. പക്ഷേ ഞങ്ങൾ വളരെ ലോ ബഡ്ജറ്റിലാണ് ഈ ബാത്റൂം ചെയ്തേക്കുന്നത്. ഒരു പുതിയ രീതിയിൽ എന്ന് വെച്ചാൽ ടൈലൊന്നും ചേഞ്ച് ചെയ്യാതെ ഫ്ലോർ ടൈൽ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് വാൾ ടൈൽ ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മൾ മിക്സർ ടാപ്പും ഷവറും എല്ലാം നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ആ ബാത്റൂം എക്സ്റ്റീരിയർ പ്രൊജക്റ്റ് നിൽക്കുന്നതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റിയത്. വീട്ടിനകത്തുള്ളൊരു ബാത്റൂമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്ന് കാണാം. പഴക്കമുള്ളൊരു ബാത്റൂമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടാപ്പ് ചേഞ്ച് ചെയ്തു. ഇവിടെ ഒരു ചെറിയ ഷവർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ഹെൽത്ത് ഫോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിനകത്തോട്ടുള്ള ഈർപ്പങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോർ ടൈൽ മാത്രം കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാത്റൂം ഈ രീതിയിൽ നമുക്ക് റിനോവേറ്റ് ചെയ്യാം. വലിയ എക്സ്പെൻസ് വരത്തില്ല, ഒരുപാട് വലിയ എക്സ്പെൻസ് ഒന്നും വരത്തില്ല. അപ്പം ഈ പഴയ ടൈൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഒരു കാരണവശാലും ഈ വാൾ ടൈൽ ചേഞ്ച് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്ലോർ ടൈൽ ചേഞ്ച് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വാളിലുള്ള ഈർപ്പം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല വാളിൽ നിന്ന് ഒരു കാരണവശാലും ലീക്ക് അകത്തോട്ട് വരത്തുമില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ വീഴുന്ന വെള്ളം അതേ സ്പീഡിൽ തന്നെ നമ്മൾ താഴോട്ട് പോകും. അതുകൊണ്ട് ലീക്കിൻ്റെ ഇഷ്യൂ വരത്തില്ല. അപ്പോൾ ഈ ഒരു ബാത്റൂം പുറത്തോട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ വാൾ ടൈൽ ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സാധാരണ നോർമലി നമ്മൾ പ്ലംബിംഗ് ലൈൻസ് എല്ലാം കൺസീൽഡാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ടൈൽ ഡാമേജ് ചെയ്യാതെ തന്നെ വെളിയിൽ കൂടാണ് എല്ലാ പോയിന്റും നമ്മൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വാൾ ടൈൽ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് മിക്സർ ടാപ്പും ഷവറും ബാക്കിയുള്ള എല്ലാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി.